ഹായ് ഹലോ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ കുറേ ദിവസം കൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ കാണുന്നുണ്ട്. പക്ഷേ സ്ക്രോൾ ചെയ്ത് പോകും പലരും പലരുടെ അഭിപ്രായം നേടുന്നത്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം എങ്കിലും എന്നിട്ട് ഞാൻ വേണ്ടാന്ന് എഴുതി പോകുമായിരുന്നു. പിന്നെ എനിക്ക് അങ്ങോട്ട് മനസ്സനുഭവിക്കും. അപ്പം ഞാൻ എന്തായാലും തൊണ്ടയിൽ ചെറിയ വേദനയുള്ളതുകൊണ്ടാണ് എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. വീഡിയോ ചെയ്യാമെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ ഒരുപാട് എന്താ പറയുക വിവാദങ്ങൾ സൃഷ്ടിച്ചു, നെഗറ്റീവ് കമൻ്റ് ഇട്ടും റീൽസുകളും ഒക്കെ ചെയ്ത് എന്താ പറയുന്ന ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ച് വന്ന നമ്മുടെ രേണുസുധിയുടെ കാര്യമാണ്. രേണുസുധിയെ കുറിച്ചല്ല, ഇപ്പം രേണുസുധി സുഖമില്ലാതിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ഒരു കൊച്ചുള്ളതാണ്. ആരൊക്കെ നോക്കിയാലും ആ കുഞ്ഞിന് പകരാത്തില്ല. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രേണു സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രേണുസുധിക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കൊടുത്ത് നമ്മുടെ ബിഷപ്പ്, പേരൊന്നും അത്ര വലിയ പേരൊന്നും എടുത്ത് പറയാനും എനിക്ക് വയ്യ, എനിക്ക് പേര് പറയാനും താല്പര്യമില്ല. ബിഷപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ബിഷപ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് സുധിയുടെ പിന്നെ മകൻ്റെ കാര്യത്തെക്കുറിച്ച്. മകൻ്റെ കാര്യം എന്ന് പറയുമ്പം അവർ പറഞ്ഞ് രേണുസുധി പറഞ്ഞായിരുന്നു 11 വയസ്സിലാണ് ആ മകനെ അവരുടെ കയ്യിൽ കിട്ടുന്നതെന്ന് പറഞ്ഞു. ആ 11 വയസ്സ് മുതൽ അവർ സ്വന്തം മകനെ കണക്കാണ് നോക്കിയെന്ന് പറഞ്ഞു. അപ്പം സ്വന്തം മകനെ കണക്കാണ് നോക്കിയെന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇന്നിപ്പം അതിനിടയ്ക്ക് മുമ്പേ അവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അമ്മയുമായിട്ട് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ, വഴക്കിട്ടെന്നോ പിണങ്ങിയെന്നോ അല്ല പറഞ്ഞത്, അഭിപ്രായ വ്യത്യാസം വന്ന് അവനൊന്നും പറയാനും പോയില്ല, തർക്കിക്കാനും പോയില്ല. അവനൊരു വീഡിയോയും കാണിച്ചായിരുന്നു. അത് ഓൾറെഡി അത് ഭയങ്കര എന്താ പറയുക വിവാദമായൊരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ കാണിച്ചു. അപ്പോൾ ആ അമ്മയോട് ചോദിച്ചു, ഇളയ കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞതാണ്, എനിക്ക് അതിൽ നിന്നും 2-3 ലക്ഷം രൂപ കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അതിന് തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ കാണാൻ പോയില്ല. അതിന് മുന്നേ ഇവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് നമ്മളെ ബാധിക്കുന്നതല്ല. എങ്കിലും ഞാൻ ഇപ്പം പറയാൻ വന്നത് ഇതൊന്നുമല്ല. ബിഷപ്പ് പറഞ്ഞൊരു കുറച്ച് കാര്യങ്ങൾ, കുറച്ച് നമ്മൾ 1-2 കാര്യങ്ങളാണ്. പുള്ളിക്കാരൻ രേണുസുധി ആദ്യം ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയ ടൈമിന് സ്ഥലം കൊടുത്തതിനെ കുറിച്ചും എൻ്റെ സ്ഥലം എനിക്ക് എഴുതി തരണം, ഞാൻ സുധിയുടെ മക്കൾക്ക് വേണ്ടി കൊടുത്തതാണ്, അവിടെ രേണുസുധി താമസിക്കാൻ പാടില്ല, എന്നെ അവൾ ഇങ്ങനെ പറഞ്ഞതിന് അച്ചിട്ട് ഒരു വൈദികൻ എന്നുള്ള സ്ഥാനത്ത് പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് നമ്മൾ ക്യാൻസർ വരുമെന്നൊരു ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ അത് പറഞ്ഞു. പുള്ളിക്കാരി പറയാന്ന് പറഞ്ഞാൽ 15 വയസ്സിലെ 15 വയസ്സിലോ എങ്ങാണ്ട് പുള്ളിക്കാരിക്ക് അറിവുണ്ടായിരുന്നു ഈ ഒരു ബ്രസ്റ്റിൽ മുഴയുള്ളതായിട്ട്. അപ്പോൾ എന്തായാലും ഞാനാണെങ്കിൽ പോലും, ഞാനെന്നല്ല, നമ്മളിപ്പോൾ ഒരു 50 വയസ്സോ 40 വയസ്സോ 30 വയസ്സോ ഉള്ള ഒരു സ്ത്രീ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, സുഖമില്ലാതെ ചെല്ലുമ്പോൾ, അവിടെ ഡോക്ടേഴ്സ് നേരിട്ട് ആ പേഷ്യന്റിനോട് ഇന്ന അസുഖമാണ് എന്നൊരിക്കലും പറയത്തില്ല. ഒന്നത്. രണ്ടാമത്തെ അവരെ വീട്ടുകാരെന്തായാലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും പുള്ളിക്കാരിക്ക് വയ്യാന്നുള്ള കാര്യം. അതൊക്കെ അവരുടെ ഫാമിലിയിൽ നിൽക്കേണ്ട കാര്യങ്ങളാണ്. അതൊന്നും നമ്മളിപ്പം എടുത്തിരുന്നില്ല. അപ്പം ഞാൻ ഈ വൈദികം പറഞ്ഞ കാര്യത്തിലോട്ട് വരാൻ വന്നതാണ്. അപ്പം പുള്ളിക്കാരൻ കൊടുത്ത സ്ഥലം അതെൻ്റെ സ്ഥലമാണ്, എനിക്ക് തിരിച്ചെഴുതി മേടിക്കണം പറഞ്ഞ് ഭയങ്കര വിവാദങ്ങൾ ഉണ്ടാക്കി. ബിഷപ്പിനെ രേണുസുധി ഒരുപാട് പറഞ്ഞു. ബിഷപ്പും അതായത് പറയാവുന്ന കുറെ വാക്കുകളിലൂടെ അയാൾ ചുരുക്കി പോയി. എനിക്ക് അയാളെന്നേ പറയാൻ പറ്റൂ. കാരണം ഒരു വൈദികൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. ആ ഒരു പ്രതിപുരുഷൻ എന്ന് പറയുന്ന മനുഷ്യൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആ വ്യക്തി പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യൻസിൽ കൊമ്പസാര രഹസ്യം സൂക്ഷിക്കുക എന്ന് പറയും. അതല്ലെങ്കിൽ നമ്മൾ വൈദികനോട് ചെന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടായ പാവപ്പിഴകളും നമ്മുടെ തെറ്റുകുറ്റങ്ങളും നമ്മൾ വൈദികനോട് പറയുമ്പോൾ അത് ആ വൈദികനിൽ ഒതുങ്ങേണ്ടതാണ്. വൈദികൻ വന്ന് മീഡിയയുടെ മുന്നിൽ വന്ന് ഇന്ന് പറയുന്നതല്ല. അവനിൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ആ വൈദികൻ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വൈദികൻ പറയാൻ പാടില്ല എന്നുള്ളതാണ്. ആ വൈദികൻ പിടിച്ചേക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ചുമ്മാ പിന്നെ മഴയത്ത് കുട പിടിക്കുന്ന കണക്കോ അല്ലെങ്കിൽ ഷോയ്ക്ക് പിടിക്കാനൊന്നും അല്ലായിരുന്നു ആ സാധനം. ഒരു കുരിശ് പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ പിടിച്ചേക്കുന്ന സംഭവം ഓരോ സഭയിലും ഓരോരുത്തർക്കും ചിലർക്കും ലാറ്റിനിലും മാലയും മോതിരവുമാണ് അവർക്ക് അവരുടെ ഇത് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓരോ ഇതിൽ കൊടുത്തിരിക്കുന്നത്.
അതിനെക്കുറിച്ച് വിശദമായി എനിക്ക് പറയാൻ അറിയത്തില്ല, എങ്കിലും അറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം. അപ്പം അങ്ങനെ പറയുന്ന ഒരു വ്യക്തി അതങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞ് അവൻ കൂടുതൽ ആദ്യം പറഞ്ഞെന്തുവാ, പിന്നെ സുധിയുടെ മക്കൾക്ക് കൊടുത്ത വീടാണ്. അവിടെ രേണുവിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും താമസിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കാണുന്നതാണ് ആ വീട് പണി കഴിഞ്ഞ അന്ന് മുതൽ രേണുസുധീന്റെ അമ്മ, അച്ഛൻ മക്കളുടെ കൂടെ, കാരണം അവളൊരു വിധവയാണ്, അവളുടെ കൂടെ അവർ വേണം. അവളുടെ ഇളയ കുഞ്ഞിനെ അവള് എന്തെങ്കിലും ജോലിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇറങ്ങി പോകുമ്പോൾ അവരെ നോക്കാൻ വേണം. അത് ന്യായമായ കാര്യം. അവളുടെ ചേച്ചിയുടെ ഭർത്താവ്, അതിലുള്ള 2 മക്കളും അവിടെ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ആ പയ്യന് ഈ മൂത്ത രേണുസുധി, അതായത് സുധിയുടെ മകന് പോലും സ്വാതന്ത്ര്യമായി പെരുമാറാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. അതാണ് അവന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോയത്. ഇപ്പോഴാണ് ആ കുഞ്ഞ് പോയത്. ഇതിനു മുന്നേ ഈ കുഞ്ഞിന് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ, അവനിൽ എന്തെങ്കിലും പാവപ്പഴ വന്നപ്പോൾ എന്തുകൊണ്ട് രേണുസുധി അത് തട്ടിവിലക്കിയില്ല? കുഞ്ഞിനെ കിട്ടിയതല്ലേ. അവനെ മകനായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് തട്ടിവിലക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്തമായിരുന്നു, രേണുസുധിയുടെ ഉത്തരവാദിത്തമായിരുന്നു. അതെല്ലാം അന്ന് മറച്ചു വെച്ച് കവർ ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ അവൻ അങ്ങനെ ഒരു പിന്നെ എന്താ പറയാ, മീഡിയയുടെ മുമ്പിൽ വന്ന് അതിന്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾ തമ്മിൽ മിണ്ടാതായ. വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് അവർ പറയുന്നില്ല. അവർ തമ്മിൽ ആകെ ഉള്ളൊരു ക്രാഷ് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ എടുത്ത് ആ കൊച്ചിറക്കന് ഇട്ടതിന്റെയാണ്. ആ അമ്മ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഞാനത് ചോദിച്ച് അമ്മ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ഇത്. പിന്നെ സുധിയുടെ മകനെ സുധിയെ ഏറ്റെടുത്തപ്പോഴും സുധി ജോലി ചെയ്തുകൊണ്ട് വരുന്നത് രേണുസുധിയുടെ മക്കൾക്കും അവകാശമാണ്, ഭാര്യയ്ക്കും അവകാശമാണ്. ഭാര്യയുടെ അമ്മയ്ക്കും അച്ഛനും സഹോദരങ്ങൾക്കും അവകാശമില്ല. ആ പുള്ളിക്കാരൻ ജോലി ചെയ്തത് മൊത്തവും കൊണ്ടുവന്ന് ഈ കുടുംബത്തെ പോറ്റുമായിരുന്നു. ആ പുള്ളിക്കാരന് കടവും ബാധ്യതകളും ഒക്കെ എങ്ങനെ വന്നതാണ്? ഒരു കുടുംബത്തിനെ താങ്ങാതെ വരാമെന്നാകുമ്പോഴത്തേ അയാൾ ജോലി ചെയ്യുന്നതിന്റെ മാക്സിമം അയാൾ വീട്ടിൽ കൊണ്ടുവന്ന് ചെലവാക്കി കഴിയുമ്പോൾ അയാൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് കടം മേടിക്കേണ്ടി വരും. പക്ഷേ അവർ 3 പേര് 4 പേരും അടങ്ങുന്ന ഒരു ഫാമിലി ആയിരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കടം വരില്ല. കാരണം അത്യാവശ്യം പ്രോഗ്രാമുകൾ. പിന്നെ കൊറോണ വന്ന ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലാവരും അനുഭവിച്ച്, സാധാരണക്കാരും അനുഭവിച്ച്, ബിസിനസ്സുകാരും അനുഭവിച്ച്, എല്ലാ മേഖലകളിലും, ഒരു മേഖലകളെന്നല്ല എല്ലാ മേഖലകളിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഈ കൊറോണ കൊണ്ട് നമ്മൾ എല്ലാവരും അനുഭവിച്ചവരാണ്. അവരവരെ പ്രശ്നങ്ങൾ പറയുമ്പോഴേ വരും. അപ്പൊ അന്നേരമൊക്കെ എല്ലാവരും കടം മേടിച്ചും പിന്നെ സർക്കാർ ഇഷ്ടംപോലെ സാധനങ്ങളും കൊടുത്തായിരുന്നു. അന്ന് കടം മേടിച്ച് തിന്നേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. കാരണം നമുക്ക് ഭക്ഷിക്കാനുള്ളത് നമുക്ക് റേഷൻ കട വഴിയാണെങ്കിലും മറ്റ് പിന്നെ എന്താ പറയുക പിന്നെ സമൂഹ എന്താ പറയുക സന്നദ്ധ സംഘടനകൾ അങ്ങനെയൊക്കെ ഒരുപാട് പേര് വീടുകളിൽ സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏരിയയിൽ, നമ്മുടെ ഈ കൊല്ലം ജില്ലത്തിൽ എങ്ങും കിട്ടത്തില്ല എന്ന് പറയത്തില്ല, അതിനെക്കാട്ടി ഇരട്ടി കിട്ടും ഈ കോട്ടയം ഭാഗം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. അപ്പൊ അന്നത് അപ്പം ആ കൊച്ചിനൊരു തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ആ അമ്മ എന്തെങ്കിലും പറയുമ്പോൾ അമ്മ ഓടി വന്നിരുന്ന എൻ്റെ മോൻ ഇന്നത് കാണിച്ചു ഇന്നത് പറഞ്ഞു എന്ന് പറയുന്നത് മോശം തന്നെയാണ്. നമ്മൾ ആരെയും കുറ്റം പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അത് മക്കളിലൊരു തെറ്റുകുറ്റം വന്നു കഴിഞ്ഞാൽ അമ്മമാരാണ് അത് മറച്ചു പിടിക്കേണ്ടത്. അങ്ങനെ ചെയ്യാത്ത അമ്മമാരും ഉണ്ടില്ലെന്നല്ല. പക്ഷേ രേണുസുധി ഈ കുഞ്ഞിനെ ഏറ്റെടുത്തപ്പോൾ രേണുസുധി പറയുന്നത് പോയി കണ്ടു, കുഞ്ഞിന്റെ ഇഷ്ടത്തോടു കൂടിയാണ് അവള് ഏറ്റെടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തൊരു മകനിൽ ഒരു തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനും സഹിക്കാനുള്ളൊരു മനോഭാവം രേണുസുധിക്ക് വേണമായിരുന്നു. പിന്നെ അത് രേണുസുധിയുടെ അവിടെ നിന്നോട്ടെ. കാരണം നമ്മൾ രേണുസുധി വന്ന് വരുമോ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പറയിക്കരുത് എന്നേ പറഞ്ഞോളൂ. ആ വ്യക്തി പറഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛൻ വന്ന് നിന്നിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലീസുകാർ വിളിച്ച് ചോദിച്ച് ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടുത്തുകാരനാണ്, പോലീസുകാർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്ന്. അഥവാ അച്ഛനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അച്ഛനത് പറയാൻ കൊള്ളാമോ? അച്ഛൻ ഇട്ടേക്കുന്ന ലോകയോട് അച്ഛനൊരു പിന്നെ പവിത്രത ഉണ്ടോ? ആ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനോടൊരു ബഹുമാനം കാണിക്കണ്ടേ? ഒരു റെസ്പെക്ട് കൊടുക്കണ്ടേ? അച്ഛനൊരു ഫാദർ അല്ലേ? എന്തോരം ജനങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്ന് അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുണ്ടാവും. അപ്പൊ അച്ഛൻ ഇന്ന് ഇവിടെ ആ പയ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അച്ഛനെ പിന്നെ അടുത്ത് വന്ന് പ്രാർത്ഥന സഹായങ്ങൾ അപേക്ഷ ആഗ്രഹിക്കുന്നവർ വന്ന് പറയും. അതായത് പ്രാർത്ഥനയ്ക്കായാലും ഒരു സഹായത്തിന് വരുന്നവരുടെ കാര്യങ്ങൾ അച്ഛൻ ഈ ഏരിയ വിട്ട് അല്ലെങ്കിൽ ഈ നാട് വിട്ട് അച്ഛൻ്റെ നാട് വിട്ട് വേറൊരു നാട്ടിൽ ചെന്ന് പറയുന്നില്ല എന്നുള്ളതിന് എന്തൊരു ഉറപ്പുണ്ട്? അപ്പൊ അച്ഛൻ ഒന്ന് ചിന്തിക്കണം. അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് തമ്മി തല്ലിപ്പിക്കാനോ ഒരാളുടെ കുറ്റം പറയാനോ അല്ല. അഥവാ അവൻ്റെ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അച്ഛൻ ചെയ്യേണ്ടത് രണ്ടുപേരെ ഇരുത്തി അവരെ രേണുസുധിയുടെ ഫാമിലിനെയും വിളിച്ച് ഈ കൊച്ചിനെയും വിളിച്ചിരുത്തി നിങ്ങൾ തമ്മിൽ സ്ഥിരം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ വന്ന് കണ്ടുപോവുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മീഡിയക്കകത്ത് വന്ന് അമ്മയും മക്കളും അല്ലേ ആ കുഞ്ഞുനാൾ ഇപ്പം അവന് 19-21 വയസ്സ് കൊണ്ടുണ്ടെന്ന് പറയുന്നത്. എനിക്ക് കറക്റ്റ് വയസ്സ് എനിക്ക് അറിയത്തില്ല. അങ്ങനെ പറഞ്ഞ് സോൾവ് ചെയ്തിടേണ്ട ഒരു പ്രശ്നം അച്ഛൻ വന്ന് മീഡിയയിലും എന്തെല്ലാം അച്ഛൻ പറഞ്ഞായിരുന്നു.
എന്തെല്ലാം പഴയ വീഡിയോസൊക്കെ അച്ഛൻ തന്നെ എടുത്ത് നോക്കി. ഇപ്പം രേണുസുതി കൊള്ളാം. അന്ന് പറഞ്ഞ് രേണുസുതി അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു. ഇപ്പം വന്ന് നിന്നിട്ട് അച്ഛൻ പറയുന്നത് രേണുസുതി അവള് കഷ്ടപ്പെടുന്നു, ഓരോരുത്തരെന്തോ വലിയ വലിയ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും മക്കള് വീഡിയോസ് ചെയ്യുന്ന അവരെ ഒന്നും കണ്ടന്റ് ആക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അന്ന് അച്ഛൻ എന്തായിരുന്നു രേണുസുതിയെ പറഞ്ഞത്? അച്ഛൻ ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്ത് പറ്റി അച്ഛന്? അസുഖം ആയതുകൊണ്ടാണോ? അതോ ആ അസുഖം മാറി കഴിയുമ്പോൾ വീണ്ടും അച്ഛൻ പഴയ രീതിയിലേക്ക് പോകുമോ? അങ്ങനൊന്നും അല്ല. മനുഷ്യനായാൽ തെറ്റുകുറ്റങ്ങൾ പറ്റാത്ത മനുഷ്യരില്ല. പക്ഷെ അവൻ ഇന്ന് എന്താ പറയാ, അവൻ സ്വന്തമായിട്ട് അവന്റെ ജീവിതമാർഗം കണ്ടത്. ഞാൻ ചോദിക്കട്ടെ, അവന്റെ ഈ ഇപ്പം രേണുസുതി അവർക്ക് കിട്ടിയ വീട്ടിനകത്ത് തന്നെ കിടന്നിരുന്നുണ്ടെങ്കിൽ ആ പയ്യൻ ഇന്ന് ഈ അവസ്ഥയിലെത്തി, ഇന്ന് ഈ ഉയരങ്ങളിൽ എത്തുമോ? അവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ എത്താവുന്നതിന് ഉയരത്തിലാണ് നിൽക്കുന്നത്. കാരണം അവന്റെ അച്ഛന്റെ ആത്മാവിന്റെ കൂടെ ഉണ്ട്. ഏതൊരു മക്കളായാലും ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ അമ്മയോ അച്ഛനോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവ് മക്കളെ വിട്ട് ഒരിക്കലും പോകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ മക്കൾക്കൊരു മനോവേദന വരുമ്പോൾ അവിടെ അവരുടെ സാമീപ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് അവൻ അവിടെ ആ വീട്ടിലായിരുന്നു കിടന്ന് കുഞ്ഞെങ്ങും എത്തത്തില്ലായിരുന്നു. അവിടെ വിട്ടു പോയതിന്റെ പേരിൽ അവന്റെ അച്ഛന്റെ നാട്ടിൽ വന്നത്, കൊല്ലത്ത് വന്നത് കൊണ്ട് അവൻ ഇന്ന് ഈ നിലയിലെത്തി. അവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മകൻ, അച്ഛനില്ല അമ്മയില്ല, അവന്റെ മാനസികാവസ്ഥ, മകനായാലും മകളായാലും മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ആണായാലും പെണ്ണായാലും അവനൊന്ന് വിഷമം അവന്റെ സ്വന്തം തന്തയോട് പറയുന്ന കണക്ക് രണ്ടാം അമ്മയോട് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ സഹോദരങ്ങൾ വേറെ ബന്ധുമിത്രാദികളോട് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അവന്റെ അമ്മയോട് അവന് സ്വാതന്ത്ര്യത്തോട് പറയാവുന്ന കണക്ക്, അവന്റെ അച്ഛനോട് സ്വാതന്ത്ര്യത്തോട് പറയാവുന്ന കണക്ക് ഈ ഭൂമിയിൽ ആരോടും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു മക്കളും ഇല്ല നേരെ ചൊവ്വേ ജീവിച്ച് വളർന്നു വന്നത്. എല്ലാവരിലും തെറ്റുകുറ്റങ്ങളോടുകൂടി തന്നെ. ഈ പറയുന്ന ഞാനും ആയാലും എന്നിലും തെറ്റുകുറ്റങ്ങളുണ്ട്. എനിക്ക് ആരെയും കുറ്റം പറയാനുള്ള യോഗ്യതയില്ല. അതേപോലെയാണ് മനുഷ്യനായി. പിന്നെ അച്ഛൻ പറഞ്ഞെന്തോ വ്യഭിചാരിയായ സ്ത്രീയെ കല്ലെറിയാൻ പോയി. അതെന്ത് ഞാൻ ചെയ്തിട്ടേ? വ്യഭിചാരിയായ സ്ത്രീയെ കല്ലെറിയാൻ പോയി. അതിലൊരാ വ്യക്തിയാണ് അച്ഛനും. കാരണം ഈ രേണുസുധീനെ എന്തെല്ലാം പറഞ്ഞതാണ്. പാപം ഇല്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ കല്ലെറിഞ്ഞില്ലേ രേണുവിനെ? അച്ഛൻ എന്തെല്ലാം പറഞ്ഞു. ഇപ്പൊ പറയുന്ന അവൻ ഇവിടെ വന്ന് താമസിക്കണമെങ്കിൽ അവനൊരു റൂമേ ഉള്ളു. അവന് മാന്യമായ അന്തസ്സായിട്ട് വന്ന് നിൽക്കുക. അവൻ അവന്റേതായ അന്തസ്സുണ്ടച്ചാ. ഓരോ മനുഷ്യനും അവനവന്റേതായ അന്തസ്സും അഭിമാനവും ആഭിജാത്യവും എല്ലാം ഉള്ളതാണ്. പക്ഷെ അച്ഛൻ ഈ പറഞ്ഞ വാക്കുകൾ വളരെ മോശമാണ്. വളരെ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈദികന് പറയാൻ പറ്റത്തില്ല. പൊതുസമൂഹത്തെ അതിന്റെ മുമ്പിൽ ഇന്നും കൊണ്ട് പറയുമ്പോൾ അച്ഛൻ ചിന്തിക്കേണ്ടായിരുന്നു. കാരണം ഞാൻ ധരിച്ചിരിക്കുന്ന ലോക എന്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ, എന്റെ കർമ്മം എന്താണ്, ഞാൻ ചെയ്യേണ്ട കർമ്മം എന്താണ് എന്നൊക്കെ ഉള്ളത് ചിന്തിക്കണം. പിന്നെ അച്ഛൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം കൂടെ എടുത്തിട്ട് പറയുന്നതിനെക്കാട്ടി നമ്മൾ പറയാതിരിക്കുന്നതല്ലേ നല്ലത്. രാഹുൽദാസ് എന്ന് പറഞ്ഞ അനുജനല്ലേ എന്നേരം അവരൊരച്ഛന്റെ മക്കളാണ്. അമ്മയേ ഉള്ളു 2. അപ്പൊ അവിടെ തന്നെ അച്ഛൻ തന്നെ 2 പക്ഷമായിട്ടാണ് സംസാരിക്കുന്നത്. അത് വളരെ മോശമല്ലേ? അല്ലെങ്കിൽ അവര് സഹോദരങ്ങളാണ്. ആ വാക്കിന് ഇതുണ്ട്. ഇത് സഹോദരനായിട്ട് അല്ലെങ്കിൽ മകനായിട്ടുള്ള എന്ന് പറയണ്ട. അവര് ഒരച്ഛന്റെ മക്കളാണ്. ആ മനുഷ്യൻ പോയത് യാദൃശ്ചികമായുള്ളൊരു മരണമാണ് അല്ലേ? മരണം ആർക്കും ഏത് നേരത്തും വരാം. ആ മനുഷ്യൻ അറിഞ്ഞിരുന്ന് കാണത്തില്ല ഞാൻ ഈ പോകുന്ന വഴി മരണപ്പെടുവോ എന്നുള്ളത് അറിഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു? ഇല്ല. അപ്പൊ ആ മനുഷ്യൻ മരിച്ചതിന്റെ പേരിൽ അങ്ങനെ കുറെ അങ്ങേറിൽ കേട്ടിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് അയാൾ ഇപ്പൊ അങ്ങേർക്ക് ചിലപ്പോൾ ആദ്യത്തെ ജീവിതം പൊരുത്തപ്പെടാൻ പറ്റിയില്ല, അയാൾ വേറൊരു വിവാഹം കഴിച്ചു. അതിനകത്തും പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ വരുന്നത് ഈ ഒരു മകനുള്ളത് കൊണ്ടായിരുന്നു. ഈ ഒരു മകനില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നം വരില്ല. കാരണം ബാധ്യത ഏതൊരു സ്ത്രീയാണെങ്കിൽ വന്നു കയറുമ്പോൾ എവിടെ പോയാലും ഈ കൊച്ചിനെ കൊണ്ട് കിടക്കണേ, എവിടെ പോയാലും ഇങ്ങനെ ചമ്മന്നുണ്ടാവും. അപ്പൊ മക്കളുടെ പേരും പറഞ്ഞ് മക്കളെ കാര്യങ്ങൾ നോക്കുമ്പോൾ എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രശ്നം വന്നത്. അല്ല അയാൾ ഒറ്റത്തടിയായിട്ട് ഒറ്റയ്ക്ക് പോയി ജീവിക്കുകയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ആ 2ാം വിവാഹം കഴിച്ചാൽ അതിൽ അയാൾ ഉറച്ചു പോകുമായിരുന്നു. അയാൾക്ക് അതിലും അവരെ മകനെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ച് സംസാരം വന്നപ്പോൾ അത് പ്രശ്നമുണ്ട്. അയാൾ അതും വേണ്ടെന്ന് വെച്ചു. പിന്നെ 3ആണോ 4ആണോ രേണുസുധി എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അവരിൽ വന്നപ്പോൾ അവർ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. അവരവന്റെ എല്ലാ പോരാക്കുറവുകളും ഏറ്റെടുത്തു. പിന്നെ ഒന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രേണുസുധിയാണ് അമ്മേനെ അച്ഛനെ നോക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു. ഒരു വിധവയായ മകള് അമ്മേനെ അച്ഛനെ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടോ? മൂത്ത ചേച്ചി നേഴ്സാണ്. ചേച്ചിയുടെ ഭർത്താവ് ജോലിക്ക് പോയിട്ട് വർഷങ്ങളായി കാണും. കാരണം രേണുസുധി ഈ ഫീൽഡിൽ ഇറങ്ങിയോ അന്ന് മുതൽ അയാൾ വീട്ടിനകത്താണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ട.
എന്നിട്ട് പറയും അപ്പുറത്തൊരു ഒരു നോർമലി ഒരു വീടിനകത്ത് നിന്നിട്ട് പറയും ഞങ്ങൾ ഇവിടാണ് താമസിക്കുന്നത്. എടാ വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് കയറി എന്നിട്ട് ഞങ്ങൾ ഇവിടാണ് താമസിക്കുന്നതെന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ? അതാർക്കും മനസ്സിലായി? പൊട്ടന്മാരാണോ കാണുന്നവരെല്ലാവരും? ഒരുപാട് പേര് വീഡിയോ ചെയ്ത് ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ എന്നെ എയറിൽ അല്ലെങ്കിൽ എന്നെ മോശം പറയാനായിട്ട് ആരും വരണ്ട. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടത് പറഞ്ഞു. ഇനി എന്നെ ആരും നല്ലത് പറയണമെന്ന് എനിക്കില്ല, മോശം പറയണമെന്നില്ല. പിന്നെ ആ വീടിന് പൂർണ്ണ അവകാശികളാണ് സുധിയുടെ 2 മക്കൾ. അത് കഴിഞ്ഞുള്ളൂ ബാക്കിയുള്ളവർ. പിന്നെ സുധിച്ചേട്ടൻ, ഈ സുധി എന്ന് പറഞ്ഞ വ്യക്തി മരിച്ച സമയത്ത് ഒരുപാട് ഫണ്ട്, എന്തായാലും ആ മനുഷ്യൻ നിൽക്കുന്ന ഫീൽഡിലായാലും അതിനുശേഷമാണെങ്കിലും ഒരുപാട് ഫണ്ടുകൾ കിട്ടിയായിരുന്നു. ഇവിടെ പറയുന്നതായിട്ട് 60,000 രൂപ കൊടുത്താച്ച പയ്യന് വണ്ടി എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞു. ഈ 60,000 രൂപ എന്ന് പറയുന്നത് അവന്റെ അച്ഛന്റെ ജീവൻ പോയപ്പോൾ കിട്ടിയ ഫണ്ടിനകത്ത് നിന്നാണ് കൊടുത്തത്. അങ്ങനെ ചോദിക്കുമ്പോഴാണെങ്കിൽ ഈ 60,000 രൂപ കിട്ടിയോളോ? ബാലൻസ് കാശൊക്കെ എവിടെ? ഓരോരുത്തർ ചെയ്ത സഹായങ്ങൾ എവിടെ? അന്ന് എന്താ പറയാ, അണപൊട്ടി ഒഴിവുന്ന കണക്കായിരുന്നു ആൾക്കാര് സുധിച്ചേരന്റെ ആ ഒരു. കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനായിരുന്നു. നമ്മള് അയാളെ നമ്മുടെ മുന്നിൽ, കാരണം എന്ന് പറഞ്ഞാൽ ആള് കൊല്ലംകാരനാണ്. ആ സ്ഥലത്തിന് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുവരം അങ്ങ് കോളേജോട് ആ ഭാഗത്താണ് പറഞ്ഞത്. എൻ്റെ കറക്റ്റ് അമ്മന്നറിയാം, അങ്ങനെ കണ്ടാണ് ആ സ്ഥലത്തിന്റെ പേര്. എന്തോ ഒരു പേര് പറയും. ആ ഭാഗത്താണ് പുള്ളിക്കാരൻ്റെ വീട്. കാരണം മിക്ക ദിവസവും ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഈ കിച്ചുവിനെ കാണാറുണ്ട്. അവിടെ ഒരു എറണാകുളക്കടയിൽ ഇവർ 3 പിള്ളേരുണ്ട്. അവൻ്റെ 2 ഫ്രണ്ട്സും ഇവരുമായിട്ട് അവിടെ നോർമലി നിൽക്കുന്ന കണക്ക്, സാധാരണ ഒരു ആങ്കൊച്ച് നിൽക്കുന്ന കണക്ക് നമ്മൾ കാണാറുണ്ട്, പോകാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയും വരെയും ചെയ്യുമ്പോൾ ഞാൻ കാണാറുണ്ട്. അപ്പം അവൻ സാധാരണക്കാരനായിട്ട് ജീവിക്കട്ടെ. ആ കൊച്ചു എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തി അതതിന്റെ വഴിക്ക് പോട്ടെ. അതിനെ ചെന്നുകൊണ്ട് അവൻ കൂടുതൽ വർത്താനം പറയണ്ട, അവൻ കൂടുതൽ എന്തോ സോഷ്യൽ മീഡിയയിൽ അലക്കാനായിട്ട് എന്തലക്കായി? അവനൊരു പുരുഷനായി, അവൻ പ്രായപൂർത്തിയായ ഒരു പുരുഷനാണ്. അവന്റെ ജീവിതമാർഗം തേടി അവൻ ഇവിടെ കിടന്ന് ഈ കോട്ടയം സ്ഥലത്ത് ഇവരുടെ കൂടെ താമസിച്ചിരുന്നെങ്കിൽ ആ കൊച്ചു എങ്കിലും എത്തത്തില്ലായിരുന്നു. അതിനെ ഒരു മുറിക്കകത്തിട്ട് അടച്ചു മൂടി, നീ കൊച്ചിനെ നോക്കി ഇവിടെ ഇരുന്നോ എന്നും പറഞ്ഞ് അങ്ങ് വിടുമായിരുന്നു. പക്ഷെ ആ കൊച്ചിനെന്ന് മനസ്സിലാവേണ്ട ആ കൊച്ചു പോയി അവന്റെ ജീവിതമാർഗം കണ്ടെത്തി അവന്റെ സഹോദരന്, അവന്റെ കൂടപ്പിറപ്പിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടെ ചെന്നുകൊണ്ട് ഇനി അവനെ പറയാനായിട്ട്, അവൻ ജീവിക്കട്ടെ, അവനൊരു പുരുഷനായില്ലേ, അവനും ജീവിക്കട്ടെ, അവനൊരു ഭാവിയുള്ളതല്ലേ. ഇനി അത് പറഞ്ഞതിന്റെ പേരിൽ അവനെ ചെന്നിട്ട് അലക്കാനും അവന്റെ കുറ്റങ്ങൾ കണ്ടെത്തി പറഞ്ഞു. ഈ പറയുന്ന നിങ്ങൾക്കൊക്കെ കുറ്റങ്ങളില്ലേ? ഇപ്പൊ രോഹിണി എല്ലാവർക്കും കൊള്ളാം. ഇതേ കണക്ക് ക്യാൻസർ ആവശ്യ എന്തോരം മനുഷ്യരുണ്ട്. ആരും സഹായിക്കാനില്ലാതെ, ഒരു ഹീമോ ചെയ്യാൻ പോലും ഇല്ലാതെ ഓരോ ഹീമോയ്ക്ക് പോകുമ്പോൾ തെണ്ടി ഓരോ വീടുകളിൽ കയറി ഇറങ്ങി എരന്ന് മേടിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ആരെങ്കിലും സഹായം ചെയ്യുന്നുണ്ട്? ഇന്ന് രേണുസുതിക്ക് സഹായം ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ഡയാലിസിസ് പേഷ്യന്റ്, കിഡ്നി പേഷ്യന്റ്, പിന്നെ ഹാർട്ട് പേഷ്യന്റ്, പിന്നെ ക്യാൻസർ, അങ്ങനെ എന്തോരം അസുഖം, തളർവാദ രോഗികളായിട്ട് ആരുടെ സഹായമില്ല. ജോലിക്ക് ഇറങ്ങി പോകാൻ പറ്റാതെ ഒരു വീട്ടിൽ 2-3 രോഗികളായിട്ടുള്ളവരുണ്ട്. അവർക്കാർക്കും ആരും ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അവര് ജീവിക്കുന്നില്ലേ? ഇവർക്ക് എല്ലാ സഹായങ്ങളും കിട്ടുന്നുമുണ്ട്. എന്നാൽ പരാതിയും പരിഭവവും പ്രശ്നങ്ങളും എന്നും ഇവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് പറഞ്ഞാൽ, അച്ഛൻ പറയുമ്പോൾ അച്ഛൻ ചിന്തിക്കുന്നതാണ്. അച്ഛൻ്റെതായ കർമ്മങ്ങളുണ്ട്. ഒരു ധാർമ്മികതയോടുകൂടി പെരുമാറാൻ പഠിക്കുക. ഒരു മനുഷ്യൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ, ഒരു ഫാമിലിയിൽ ഒരു പ്രശ്നം വന്നാൽ ഒരു പിന്നെ ഫാദർ അല്ലെങ്കിൽ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു മുതിർന്ന മനുഷ്യൻ എന്നുള്ള രീതിയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം ചിന്തിച്ച് നോക്കുക. അവർ രണ്ടുപേരെ ഇരുത്തി സംസാരിപ്പിച്ച് പ്രശ്നങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്ത് വിടാൻ നോക്കുക. അല്ലാതെ അവനെ അവിടെ ഇട്ടലക്കും, അവനിവിടെ കിടന്ന ആളാവണ്ട എന്നൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല. അത് പ്രശ്നങ്ങൾ വഷളാക്കത്തേ ഉള്ളൂ. കാരണം അവനും പറയും കുറേ കാര്യങ്ങളുണ്ട്. അവൻ പകുതിയോളം പറഞ്ഞിട്ടില്ല. അവന്റെ മനസ്സ് നേർച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കുഞ്ഞുനാൾ മുതൽ അവൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഒരുപാടുണ്ട്. അവിടെ അനുഭവിച്ചിട്ടുള്ളത് ഒരുപാട് കാണും. അവനത് പറയുകയും ചെയ്തു. അവന് പറയാനറിയാം. ഒന്നാമത്തെ കാര്യം, ആ കൊച്ചിന് പറയാൻ അറിയത്തില്ല. അവൻ എങ്ങനെ സംസാരിക്കണം, എന്ത് പറയണമെന്ന് അവന് അറിയത്തില്ല. കാരണം അവൻ അങ്ങനെയാണ് വളർന്നു വന്നത്. അവൻ വളരുന്നതനുസരിച്ച് അവന്റെ പക്വതയിലൂടെ വളർത്തിയെടുക്കാനായിട്ട് ആരും ചെയ്തില്ല. അതുകൊണ്ട് ആ കുഞ്ഞിനെ അറിയത്തില്ല. ഇപ്പം ഇച്ചിരി സംസാരിക്കാനൊക്കെ പഠിച്ചു. അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയാണ് അവനെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിന്ന് അവനെ സപ്പോർട്ട് ചെയ്യുന്ന അവർക്കെല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഇവിടം വരെ എത്തിച്ചില്ലയോ, ഇനി അവനങ്ങ് എത്തിക്കോളും, ബാക്കി അവനങ്ങ് എത്തിക്കോളും. അപ്പം നമുക്കിവിടെ നിർത്താം. ബാക്കി ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.